ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ മയ്യഴി പോയിട്ടുണ്ടായിരുന്നു. മയ്യഴി, അതായത് മാഹി. അവിടെ ഈ പൊയ്യോടൻ കോറോത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഒരു 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 കാവുണ്ട്. ആ കാവിൽ കുട്ടിച്ചാത്തന്മാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ട് പോയതാണ്. ഒരെണ്ണമല്ല, 36 കുട്ടിച്ചാത്തന്മാരെയാണ് നമ്മളവിടെ പോയപ്പോൾ കണ്ടത്. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. ആ കാവിൽ അങ്ങനെ ആ തെയ്യത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുക പറയുമ്പോൾ അതൊരു പ്രത്യേക ഫീലായിരുന്നു. കാരണം ഞാൻ കരിങ്കുട്ടിച്ചാത്തനെ അന്വേഷിച്ചിട്ടാണ് പോയത്. അതേപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ വിഷ്ണുമായയുടെ ജ്യേഷ്ഠസ്ഥാനം വഹിക്കുന്ന കരിങ്കുട്ടി, അതായത് തൃശ്ശൂർ ജില്ലയിലോ അല്ലെങ്കിൽ അതിനപ്പുറമോ ഒക്കെ ചുറ്റുവട്ടത്തറിയപ്പെടുന്ന കരിങ്കുട്ടിയുടെ കഥയായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ അവിടെ കളമ്പാട്ടിന് ഉപയോഗിക്കുന്ന കഥയായിട്ട് വലിയ മാറ്റങ്ങളുള്ള ഒരു കഥയാണ് അവർക്ക് പറയാനുള്ളത്. ഈ കാളകാട്ടില്ലത്തെ ചുട്ടരിച്ച കരിങ്കുട്ടിച്ചാത്തൻ്റെ കഥ. അത് ഈ കഥയും ഈ കഥയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കരിങ്കുട്ടി സ്വാമിയുടെ രണ്ടാമത്തെ കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് വേറൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വേറൊരു ഒരു ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് പോലെ കരിങ്കുട്ടി സ്വാമി കല്ലടിക്കോട് കരിനീലി പെറ്റ പൊന്മകൻ കരിങ്കുട്ടി, അതിൻ്റെ സ്റ്റോറി വേറെയാ. നമ്മുടെ ഇവിടെ കൂളിവായ്ക്കുണ്ടായ മൂത്ത പുത്രൻ കരിങ്കുട്ടി, അതും വേറെ സ്റ്റോറിയാണ്. മൂന്ന് സ്റ്റോറിയാണ് ഞാൻ അതിൽ കണ്ടിട്ടുള്ളത്. അത് എനിക്ക് വലിയൊരു ഒരു 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 രസമായിട്ട് തോന്നിയത്. ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ കാളകാട്ടിലത്തെ കരിങ്കുട്ടി സ്വാമിയുടെ കഥ ചർച്ച ചെയ്യാം.